ആമേൻ, ആമേൻ, ആമേൻ പറഞ്ഞ് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ബൈബിൾ അവിടെ തുടരുകയാണ്, ഈ ലൂക്കോസ് 1 തുടരുകയാണ്. ആമേൻ. വിശുദ്ധനായൊരു മനുഷ്യൻ, പ്രാർത്ഥനക്കാരനായൊരു മനുഷ്യൻ, ആമേൻ, ശുശ്രൂഷക്കാരനായൊരു മനുഷ്യൻ, കുറവില്ലാത്തൊരു മനുഷ്യൻ. പക്ഷേ ഇത്രയും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്, നിനക്കിതുവരെയും സന്തോഷവുമില്ല, ഉല്ലാസവുമില്ല. പക്ഷെ ഒരു ദൂത്, നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് പദ്ധതിയില്ല. നീ അങ്ങനെ കരഞ്ഞു പോകാൻ എനിക്ക് പദ്ധതിയില്ല. നീ അങ്ങനെ വേദനിച്ചു പോകാൻ എനിക്ക് പദ്ധതിയില്ല. നിനക്കുണ്ടാകും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവെ പറയുന്നു, ഉണ്ടാകും. ആമേൻ, ഉണ്ടാകും. ആമേൻ പറയുന്നു, ഉണ്ടാകും. ഇന്നലകളിലില്ലാത്ത പലതും നിനക്കുണ്ടാകും. ഇന്നലകളില്ലെന്ന് പറഞ്ഞ പലതും നിന്റെ മേൽ ദൈവം നൽകും. ആമേൻ, ഉണ്ടാകും. നിനക്ക് ഉല്ലാസവും നിനക്ക് സന്തോഷവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അതിൻ്റെ അർത്ഥം നീ സന്തോഷിക്കും, നീ മുഖാന്തരം അനേകർ സന്തോഷിക്കും, നീ അനേകർക്കൊരു സന്തോഷമാകാൻ ദൈവം അനുവദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 1 അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ രണ്ടുപേരെയാണ്, സക്കറിയാവും എലിസബത്തും. അവരുടെ വ്യക്തിപരമായി കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും അവർ മിനിസ്ട്രിയിൽ വ്യാപൃതരാ, പ്രാർത്ഥനയിൽ വ്യാപൃതരാ, ദൈവരാജ്യത്തിൽ അവർ വ്യാപൃതരാ. ഇങ്ങനെയുള്ള കുറെ പേരിലൂടെയാണ് കിങ്ഡം ഓഫ് ഗോഡ് വളരുന്നത്. എനിക്കൊരു വിടുതലില്ല, അതുകൊണ്ട് ഞാനില്ല, അങ്ങനെയല്ല. എനിക്ക് വിടുതലില്ലേലും എൻ്റെ പ്രാർത്ഥനകൾ നടന്നില്ലെങ്കിലും അത് എന്നെങ്കിലും നടന്നോട്ടെ, ഞാൻ എന്നെ ഏൽപ്പിച്ചതിൽ തുടരുകയാണ്. ഞാൻ എന്നെ ഏൽപ്പിച്ചതിൽ തുടരുകയാണ്. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? അങ്ങനെ രണ്ടുപേരെ നമ്മൾ കാണുന്നു. പിന്നെ അടുത്തതായിട്ട് വരുമ്പോൾ അവിടേക്ക് നമുക്ക് കാണാം, ഒരു മറിയെ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു പ്രവചനം, ആ പ്രവചനം നടക്കാൻ വേണ്ടി ഒരു കൂട്ടം സഹോദരിമാർ കാത്തിരിക്കുക, അവരെ തന്നെ സൂക്ഷിച്ച്, അവരെ തന്നെ കാത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾക്ക് കൃപ ലഭിച്ചു. ആമേൻ, ആമേൻ പറഞ്ഞാട്ടെ. ഇവൾക്ക് കൃപ ലഭിച്ചു. മറിയെ പോലെ തന്നെ ചിലപ്പോൾ 100 കണക്കിന് പെൺകുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചിപ്പുണ്ട്. എൻ്റെ മേലതുണ്ടാകണം, എൻ്റെ മേലത് നടക്കണം. പക്ഷേ നറുക്ക് വീണത് മറിയിക്കാം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. മറിയ കൃപ നിറഞ്ഞവളായതുകൊണ്ടല്ല, കൃപ ലഭിച്ചവളാണ്. ഇവർക്ക് ആമേൻ പറയാൻ പറ്റും? കൃപ നിറഞ്ഞവളല്ല, കൃപ ലഭിച്ചവളാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരിങ്ങനെ കാത്തിരുന്നിട്ടും സെലക്ഷൻ അവിടെ മേൽ വീണു. ആമേൻ. ഇതുപോലെ ചില മറിയമാരിവിടെ ഉണ്ട്. അനേകർ കാത്തിരുന്ന ചിലത് നിന്റെ മേൽ വന്നു വീഴും. ആമേൻ പറയാമോ? അനേകർ കാത്തിരുന്ന ചിലത് നിന്റെ മേൽ വന്നു വീഴും. അനേകർ പ്രതീക്ഷിച്ചിരുന്ന പലത് നിന്റെ മേൽ വന്നു വീഴും. അനേകർക്ക് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ ചിലത് നിന്റെ മേൽ വന്നു വീഴും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ പകൽ ഈ വചനം വെളിപ്പെട്ടു വരുമ്പോൾ ആർക്കൊക്കെയോ വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. ആർക്കൊക്കെയോ വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചത് ദൈവം നമ്മളിലേക്ക് പകരാൻ പോകുകയാണ്, പകരാൻ പോകുകയാണ്, പകരാൻ പോകുകയാണ്, പകരാൻ പോകുകയാണ്. കർത്താവേ, ഈ തലമുറയുടെ ഉണർവ് ഞങ്ങളുടെ മേൽ പകരണമേ. ഈ തലമുറയിലെ ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഈ തലമുറയിലെ ദൈവസാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. ഈ തലമുറയിൽ ചെയ്യാനുള്ള നിയോഗം ഞങ്ങളുടെ മേൽ പകരണമേ. ഓ, ഈ തലമുറയിൽ കർത്താവേ, നീ ചെയ്യുന്ന ദൈവിക വേലയുടെ ഒരു ഭാഗം ഞങ്ങളുടെ മേൽ പകരണമേ, ഞങ്ങളുടെ മേൽ പകരണമേ, ഞങ്ങളുടെ മേൽ പകരണമേ, ഞങ്ങളുടെ മേൽ പകരണമേ. പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിലച്ചിരിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ ഞങ്ങളുടെ ലൈഫിൽ നടക്കണമേ. ഒരു ദൂതന്റെ എൻകൗണ്ടർ, ഒരു വചനത്തിന്റെ എൻകൗണ്ടർ, ഒരു പ്രകാശത്തിന്റെ എൻകൗണ്ടർ, ഒരു യേശുവിന്റെ എൻകൗണ്ടർ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണമേ.
അപ്പോൾ ഈ ലൂക്കോസ് 1-2 അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില വ്യക്തികളെ ഇങ്ങനെ ദൈവം കാണിച്ചേക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, സക്കറിയാവ്, എലിസബത്ത്, മറിയ. അതിന് താഴേക്ക് വരുമ്പോൾ, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വ്യക്തിയെ കാണുന്നു, ശിമിയോൻ. ആമേൻ. നിങ്ങൾ ആ മനുഷ്യനെ നോക്കിയേ, ശിമിയോൻ. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, ആ വാക്യം ഒന്ന് വായിച്ചേ. യെരൂശലേമിൽ, കേട്ടോ, അതിന് രാമൻ പറഞ്ഞു, യെരൂശലേമിൽ ശിമിയോൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ടായിരുന്നു. നോ. ഒരു പുരോഹിതനുണ്ടായിരുന്നു. നോ. ആമേൻ. ഒരു രാജാവ് ഉണ്ടായിരുന്നു. അവിടെ എഴുതി വെക്കുന്ന വാക്ക് കേട്ടോ, ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പേരെടുക്കപ്പെട്ട ഒരു സ്ഥാനവും മാനവും ഒന്നുമില്ലായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. നമ്മുടെ ബൈബിള് എന്തോ ഒരു നല്ല പുസ്തകമല്ലേ. അപ്പൊ ദൈവത്തെ സേവിക്കാൻ എന്തെങ്കിലും പൊസിഷൻ വേണോ? എന്തെങ്കിലും സ്ഥാനം വേണോ? എന്തെങ്കിലും പെരുമ വേണോ? ബൈബിൾ പറയുകയാണ്, യെരൂശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ സാധാരണക്കാരാണെങ്കിലും നമ്മളിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ നാം ആക്കുന്നത് നമ്മുടെ പൊസിഷൻ അല്ല, നമ്മുടെ ഹൃദയമാണ്. നമ്മളെ നാം ആക്കി മാറ്റുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങളല്ല, മറിച്ച് നമ്മളുടെ അകത്ത് കത്തുന്ന തീയാണ്. യെരൂശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആമേൻ. എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു, അത് എഴുതാമായിരുന്നു. ഒരു പൊസിഷനും ഇല്ല. ശിമിയോനെ, നിനക്ക് എന്താണ് പൊസിഷൻ? ഒറ്റ, ഞാനൊരു പ്രാർത്ഥനക്കാരനാണ്. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായിട്ട് കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു. ആ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത യോഗ്യത പറയാം, നീതിമാൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചവൻ. അടുത്തത്, പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണത്തില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അവന് അരുളപ്പാടും ലഭിച്ചു. നമ്മൾ കുറച്ച് സമയമാണ് ഈ വചനം കേൾക്കുന്നത്, പക്ഷെ ഇതിനകത്തൂടെ നിങ്ങൾ ആ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആത്മാവിൽ നിങ്ങൾ വലിച്ചെടുക്കണം. അത് എൻ്റെ പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ അതിനെ മനസ്സിലാക്കണം. എല്ലാം എനിക്കതങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷെ നിങ്ങൾ ആത്മാവിൽ ശ്രദ്ധാലുക്കളാണെങ്കിൽ അതങ്ങ് തെളിയും. എന്താണ് ദൈവം ഇതിനകത്തോടെ മെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ അകത്തോട്ട് വരും. അപ്പോൾ ആ മനുഷ്യൻ സാധാരണക്കാരനാണ്, പക്ഷെ അദ്ദേഹം നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനായിരുന്നു, പരിശുദ്ധാത്മാവ് ഉള്ളവനായിരുന്നു. 2, ആമേൻ, ക്രിസ്തുവിനെ കാണുമെന്ന്, ആമേൻ, കാണത്തില്ലെന്ന് ഉറപ്പ് ലഭിച്ചവനായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ ശ്രദ്ധിച്ചേ, ആ മനുഷ്യനെ അങ്ങനെ ആക്കി തീർന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് അതിന്റെ പ്രാർത്ഥന? യെരൂശലേമിന്റെ ആശ്വാസം. അപ്പോൾ അവന്റെ പ്രാർത്ഥന വിഷയം എന്താ? കർത്താവേ, ഈ ദേശത്തൊരു മാറ്റം ഉണ്ടാകും. ഇന്ന് ഞങ്ങൾ അടിമകളായി കിടക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ആലയം നഷ്ടപ്പെട്ടവരായി, പഴയ മഹത്വം നഷ്ടപ്പെട്ടവരായി, ദൈവശബ്ദം നഷ്ടപ്പെട്ടവരായി, ദൈവപ്രവർത്തികൾ നഷ്ടപ്പെട്ടവരായി, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ ഇന്ന് ഒരു ചത്ത ശവം പോലെ ജീവിക്കുകയാണ്. ഞങ്ങൾ ഇതല്ല. ഞങ്ങളുടെ നടുവിൽ നീ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നടുവിൽ നിന്റെ മഹത്വം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നടുവിൽ നിന്റെ ആലയത്തിൻ്റെ ഗ്ലോറി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നടുവിൽ കർത്താവേ അതിശയങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. അതൊരിക്കൽ കൂടി മടങ്ങി വരണമേ, അതൊരിക്കൽ കൂടി മടങ്ങി വരണമേ. ഞങ്ങളെ ഇങ്ങനെ
വെറും ജീവശവങ്ങളായി ജീവിപ്പിക്കരുതേ. ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ വിടുവിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ മടക്കി വരുത്തണമേ. ഇന്നലത്തെ ആരാധനകൾ മടങ്ങി വരണമേ, ഇന്നലത്തെ ദൈവസാന്നിധ്യം മടങ്ങി വരണമേ. ഞങ്ങളുടെ ദേശത്തെ ഒന്ന് തൊടണമേ. അപ്പോൾ അവൻ്റെ പ്രാർത്ഥന വിഷയം അവൻ്റെ മക്കളോ അവൻ്റെ ജോലിയോ അവൻ്റെ ബിസിനസ്സോ ഒന്നുമല്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? ഉറപ്പായിട്ടും പ്രാർത്ഥിക്കണം. പക്ഷേ അതിന് മാത്രം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം കളയരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നമ്മെ മാത്രം ചുറ്റിപ്പറ്റി തീർക്കരുത്. ഹല്ലേലൂയ. നമ്മളെ മാത്രം ചുറ്റിപ്പറ്റി നമ്മുടെ രോഗം, നമ്മുടെ കടം, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, ഇതിനെ മാത്രം പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് തന്ന വിലയേറിയ ജീവിതം തീർക്കരുത്. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങളെ പങ്കുവെക്കാൻ ഒരു 10 മിനിറ്റ് മതി. അത്രയും പോലും വേണ്ട. ആരും ആമേൻ പറഞ്ഞില്ല. ഒരു 10 മിനിറ്റ് മതി. ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം വിഷയങ്ങൾ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഈ തലമുറയിലെ കാവൽക്കാരാണ്, ദേശത്തിന്റെ അതിരുകളിൽ നിർത്തുന്ന പടയാളികളാണ്, രാജ്യത്തെ ദൈവമുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്നവരാണ്, ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാണ്, ദൈവമഹത്വം വെളിപ്പെടുവാൻ വേണ്ടി ഇടിവിൽ നിൽക്കുന്നവരാണ്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. നമ്മളെ മാത്രം ചുറ്റിപ്പറ്റി പ്രാർത്ഥിപ്പിച്ച് നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യണമെന്നൊരു പിശാചിന തന്ത്രമുണ്ട്. ഹല്ലേലൂയ. ഒരമ്മച്ചി ജനിച്ചു, ഒരമ്മച്ചി ജീവിച്ചു, അമ്മച്ചി പ്രാർത്ഥിച്ചു, മക്കൾ 2 മക്കളെ കിട്ടി. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മക്കൾക്ക് ജോലി കിട്ടണേ. മക്കൾക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയിട്ട് വീണ്ടും അമ്മച്ചിയുടെ പ്രാർത്ഥന വന്ന് അമ്മച്ചി പ്രാർത്ഥിച്ചു, കർത്താവേ കുഞ്ഞുങ്ങൾക്ക് നല്ല വഴി തുറക്കണമേ. പ്രാർത്ഥിച്ചു, വഴി തുറന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണമേ. ഭാവി ഉണ്ടായി. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് മക്കളുണ്ടാകണമേ, മക്കൾക്ക് മക്കളുണ്ടാകണേ. അപ്പോൾ അമ്മച്ചിക്ക് 80 വയസ്സായി. അമ്മച്ചി മരിച്ചു. അമ്മച്ചി കൊണ്ട് എന്ത് നേടി? കേട്ടില്ല. ആ വ്യക്തിയിലൂടെ എന്ത് ദൈവരാജ്യത്തിന് കിട്ടി? ചുരുക്കി പറഞ്ഞാൽ 2 വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ജീവിതം തീർന്നു. നിത്യതയിൽ പ്രതിഫലത്തിനെത്തുമ്പോൾ എന്ത് കയ്യിൽ കാണും? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അസൈൻമെന്റ് എത്ര വലുതാണ്? പുതിയ നിയമത്തിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന, പ്രാർത്ഥനക്കാരനായിരിക്കുന്ന, ഏറ്റവും ശക്തനായിരിക്കുന്ന പൗലോസ് പറയുന്നു, നിങ്ങൾക്കറിയാമോ എൻ്റെ ശൂലം മാറാൻ 1 കുറയെ 3 വട്ടമാണ് പ്രാർത്ഥിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഒരു വിഷയത്തെക്കുറിച്ച് 3 വട്ടമാണ്. അപ്പോൾ ബാക്കിയുള്ള സമയം ഞാൻ നിങ്ങളെ ഓർത്ത് രാവും പകലും കണ്ണുനീരൊഴുക്കുകയാണ്. ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മർമ്മം വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആമേൻ ബന്ധസ്ഥനായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മർമ്മം വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, രക്ഷിക്കപ്പെട്ടവർ രക്ഷയുടെ പരിജ്ഞാനത്തിലെത്തുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് രാവും പകലും പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ. പിശാച് എവിടെയോ നമ്മെ അറിയാതെ പൂട്ടി നമ്മൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ തകർത്തു. എന്നാൽ ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയണം, ഇന്നാ പിടിച്ചോ, ഞാൻ നിന്റെ ദൗത്യം ഏറ്റെടുക്കുക. അമ്മയും പറഞ്ഞില്ല, എൻ്റെ മക്കളെ ദേ ഇവിടെ നിന്ന് പറിച്ച് ഞാൻ നിന്റെ കയ്യിലോട്ട് തരിക. എൻ്റെ ജോലി ദേ ഇവിടെ നിന്ന് പറിച്ച് നിന്റെ കയ്യിലോട്ട് തരിക. എൻ്റെ ബിസിനസ് ഇവിടെ നിന്ന് പറിച്ച് നിന്റെ കയ്യിലോട്ട് തരികയാണ്. എൻ്റെ ഭാവി ദേ ഇവിടെ നിന്ന് പറിച്ച് നിന്റെ, ഞാൻ പിടിച്ചാൽ ശരിയാകത്തില്ല, നീ പിടിച്ചോ. എന്നിട്ട് നിന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന ഇതാ, ഞാൻ പ്രാർത്ഥിക്കാം. ഒരാമയും പറഞ്ഞാട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ ഈ കൈമാറ്റങ്ങൾ നടക്കണം. നിങ്ങളുടെ അകത്തുള്ളതെല്ലാം അവിടെ കൊടുത്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് അവിടുത്തെ പ്രാർത്ഥനയെ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ, ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ ആദ്യം സ്വതന്ത്രരാകും. രണ്ടാമത് നിങ്ങൾ അനേകരുടെ സ്വാതന്ത്ര്യത്തിന് ഒരു വ്യക്തിയായിത്തീരും. ആമേൻ. പ്രശ്നങ്ങളില്ലെന്നൊന്നുമല്ല, പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക്. പക്ഷെ ആ പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് പെറുക്കി ദൈവത്തിലോട്ട് കൊടുക്കണം.
എന്നിട്ട് പറയണത്, ദേ എൻ്റെ മൂത്ത മോനെ എന്നാ പിടിച്ചോ, ഇന്ന് രണ്ടാമത്തെ മോനെ നീ പിടിച്ചോ, മൂന്നാമത്തെ നീ പിടിച്ചോ, എൻ്റെ കടം നീ പിടിച്ചോ, എൻ്റെ രോഗം നീ പിടിച്ചോ. ഹല്ലേലൂയ. എന്നിട്ട് പറയണം, ഞാൻ എന്തിനു വേണ്ടി ചെയ്യണം, ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ ദൈവം പ്രാർത്ഥന വിഷയങ്ങൾ തരും. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. വലിയ കാര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്പെടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എന്തോ യുദ്ധം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ വലിയ പ്രയോജനമുള്ളവരാണ് നിങ്ങൾ തോന്നും. നിങ്ങൾ ദൈവരാജ്യത്തിന് എന്തൊക്കെയോ ചെയ്യുന്നവരാണെന്ന് തോന്നും. കൈകളെ ഉയർത്തി ആമേൻ. ഭയങ്കര ദൈവകാര്യങ്ങൾ നടക്കട്ടെ, വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. ഈ തിരുവചനം ഇന്നിവിടെ ഉയരുമ്പോൾ ചില പ്രാർത്ഥനക്കാരെഴുന്നേൽക്കട്ടെ, പ്രാർത്ഥനക്കാരെഴുന്നേൽക്കട്ടെ. ആ ശിമയോൻ എന്ന മനുഷ്യനെ കുറിച്ച് ബൈബിൾ എഴുതുവാൻ കാരണം അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയമാണ് എഴുതാൻ കാരണം. അദ്ദേഹം എന്താ കൈകാര്യം ചെയ്തത്? യെരൂശലേമിന്റെ ആശ്വാസം. ചില പ്രാർത്ഥനകളുണ്ടല്ലോ നമ്മളെ ആകെ മാറ്റിക്കളയും. കേട്ടില്ല? ചില പ്രാർത്ഥനകളുണ്ടല്ലോ മറ്റാർക്കും ലഭിക്കാതൊക്കെ നമുക്കങ്ങ് ലഭിച്ചു തരും. ചില പ്രാർത്ഥനകളുണ്ടല്ലോ മറ്റാർക്കും തുറക്കാത്ത നമുക്ക് വേണ്ടി അങ്ങ് തുറക്കും. ആമേൻ, ഹല്ലേലൂയ. എന്താ ഈ മനുഷ്യന്റെ പ്രാർത്ഥന? കർത്താവേ, യെരൂശലേമിന്റെ ആശ്വാസം, യെരൂശലേമിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ച ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. കേട്ടില്ല? ആ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ആ പ്രാർത്ഥനക്കാരനോട് ദൈവം സംസാരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ പ്രാർത്ഥനക്കാരനോട് ദൈവം സംസാരിച്ചു. ആ വാക്കിന് പ്രാധാന്യം കൊടുക്കണം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താ ആ വാക്കിന്റെ അർത്ഥം? കഴിഞ്ഞ 400 വർഷങ്ങളായിട്ട് ദൈവം മിണ്ടിയിട്ടില്ല. ഒരു ശക്തനായ പ്രവാചകരില്ല, ശക്തരായ പുരോഹിതരില്ല, ശക്തരായ രാജാക്കന്മാരില്ല. അവസാനത്തെ പ്രവാചകനായ മലാഖി എഴുന്നേറ്റ് പ്രവചിച്ചു. എന്ത് പ്രവചിച്ചു? ഇനി ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഒരുത്തൻ വരും. അത് കഴിഞ്ഞ് 400 വർഷം ദൈവം ഇടപെടുന്നില്ല. 400 വർഷം ഇരുണ്ട കാലമാണ്. ദൈവശബ്ദമില്ല, പ്രവാചകരില്ല. അതിന്റെ നടുവിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു ശിമയോൻ ദൈവശബ്ദം കേൾക്കുക. ഞാൻ പറഞ്ഞത് കേട്ടോ? അതിന്റെ നടുവിൽ ഒരു ശിമയോൻ ശബ്ദം കേൾക്കുക. 400 വർഷം ദൈവം ആരോടും മിണ്ടാതിരുന്നിട്ടും, ഒരു പ്രവാചകന്മാരോട് മിണ്ടാതിരുന്നിട്ടും, ഒരു പ്രാർത്ഥനക്കാരനോട് മിണ്ടാൻ ഇറങ്ങി വന്നു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയം അത്ര ഗൗരവമുള്ളതുണ്ടല്ലേ? ആരോടും ദൈവം മിണ്ടിയില്ലെങ്കിലും നിന്നോട് മിണ്ടണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ഗൗരവമുള്ളതായി മാറട്ടെ. ആരോടും സംസാരിക്കാത്തപ്പോഴും നിന്നോട് സംസാരിക്കണമെങ്കിൽ നിന്റെ പ്രാർത്ഥന വിഷയം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വിഷയമാകട്ടെ. ജലപടപതനം ജാലകടകതനം അർമനാജകൽ കടകതരികടകം ശബ്ദരാജകൽ കടകതനമം. വ്യർത്ഥമായ ചില പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ സമയം കളയരുത്. വെറുതെ നമ്മൾ എത്ര നേരം പ്രാർത്ഥിച്ചു എന്നതിനേക്കാൾ എന്ത് പ്രാർത്ഥിച്ചു എന്നതിന് പ്രാധാന്യമുണ്ട്. ചില പ്രാർത്ഥനകളൊക്കെ സമയങ്ങളും വർഷങ്ങളും കൊല്ലുന്നതാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ചില പ്രാർത്ഥന നിന്റെ ആദരത്തിൽ നിന്ന് പൊങ്ങിയാൽ മിറക്കിളുകളാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഹന്ന പ്രാർത്ഥനക്കാരിയാ. പക്ഷെ അവൾ പ്രാർത്ഥിക്കുന്നത് പെനീനയുടെ കുത്തുനിമിത്തമാ. ഒരു വൈരാഗ്യത്തിന്റെ പ്രാർത്ഥന. എനിക്കൊരു കുഞ്ഞ് കിട്ടണം, എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം. ആമേൻ. വർഷങ്ങൾ പ്രാർത്ഥനയാ, മറുപടിയില്ല. ഹല്ലേലൂയ. വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് വർഷങ്ങളായിട്ട് മറുപടി ഇല്ലാഞ്ഞപ്പോൾ തിരഞ്ഞോ, എന്തുകൊണ്ട് കർത്താവേ? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹൃദയത്തെ ആ പ്രാർത്ഥന തൊടുന്നില്ല. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആക്റ്റീവ് ചെയ്യുന്നില്ല പ്രാർത്ഥന. നമ്മളിങ്ങനെ വയറുകളൊക്കെ ഇങ്ങനെ നീട്ടിയിട്ടാൽ കറണ്ട് വരത്തില്ല. ആമേൻ. അത് കണക്ട് ചെയ്യേണ്ടതുമായി കണക്ട് ചെയ്താൽ കറണ്ട് പാസ് ചെയ്യും. എത്ര മണിക്കൂറുകൾ ചിലവഴിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ പ്രാർത്ഥന ദൈവഹൃദയത്തെ തൊടുന്നുണ്ടോ?
ആമേൻ. ഹന്ന നീണ്ട നാളുകളായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാഞ്ഞപ്പോൾ അവളങ്ങ് അസ്വസ്ഥയാ. ആ അസ്വസ്ഥതയെ പറ്റിയും ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഭർത്താവിനോട് ചെന്ന് പറയുകയാണ്, ഞാൻ എന്നാ ചെയ്യും, എനിക്ക് മക്കളില്ല, ഞാൻ ചത്തുപോകും. ഉടനെ ആ എൽക്കാന പറയുന്നുണ്ട്, ഞാൻ എന്നാ ചെയ്യാനാ, ഞാൻ 10 പുത്രനെക്കാളിലും നല്ലതല്ലേ. ആ ഭർത്താവിൻ്റെ കാര്യം ഓർത്തേ. കർത്താവുമായിട്ട് റൈറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം പാടാ, തിരിച്ചും മറിച്ചും. ആമേൻ. ഭർത്താവ് കിടന്ന് വിഷമിക്കുക. കർത്താവിൽ നിന്ന് കിട്ടേണ്ടത് ഭർത്താവിൽ നിന്ന് കിട്ടത്തില്ല. നമുക്ക് വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരോട് വഴക്കുണ്ടാക്കി കുടുംബം തകർത്ത് കളയും. എന്നാൽ നമ്മുടെ വിഷയത്തോട് വ്യക്തിപരമായി ദൈവം ഒന്ന് ഇടപെട്ടാലുണ്ടല്ലോ, നമ്മുടെ മുഖം മാറിയിരിക്കും. ഹല്ലേലൂയ. അവൾ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം അവൾ പ്രാർത്ഥന തിരിച്ചു. ഇന്ന് നമ്മുടെയും ആ തിരിവിന്റെ ദിവസമാണ്. കർത്താവേ, എനിക്ക് മകനെ വേണേ എന്ന പ്രാർത്ഥന തിരിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു തലമുറയെ തന്ന അത് ഞാൻ നിനക്ക് ലെൻഡ് ചെയ്യും, ഞാൻ നിനക്ക് കടം തരും. ഞാൻ നിനക്ക് കടം തരും. ഇവൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന സ്തോത്രം ആമേൻ ഏലി പുരോഹിതൻ കേട്ടിട്ടില്ല. ഏലി പുരോഹിതന് വെളിയിൽ എവിടെയോ ആണ്. പക്ഷെ അതുവഴി ആ സമയത്ത് അവൻ വന്നു. അവിടെ ഒത്തിരി പേരുന്നിട്ട് ഇവളെ ശ്രദ്ധിക്കപ്പെട്ടു. ആമേൻ. അവളോട് വന്ന് പറയുന്നു, അവിടെ തലയിൽ കൈവെക്കുന്നു, മദ്യമിറങ്ങട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെയും ഹന്ന നോക്കിയേ, ആ അധികാരത്തെ ക്യാൻസൽ ചെയ്യുന്നില്ല. ദൈവം നമുക്ക് നൽകുന്ന ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങളിലൂടെയാണ് അനുഗ്രഹത്തിന്റെ ഒഴുക്ക്. ഇദ്ദേഹത്തിന് വെളിപ്പാടില്ല, ഇദ്ദേഹത്തിന് അഭിഷേകമില്ല, ഞാൻ വീഞ്ഞൊന്നും കുടിച്ചല്ല, എന്തൊരു മനുഷ്യനൊന്നും അവർ പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞത്രത്തോളമൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില അധികാരികൾക്ക് വ്യക്തമല്ലായിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ ആ അധികാരത്തെയാണ് ഓണർ ചെയ്യേണ്ടത്. അധികാരത്തെ ഓണർ ചെയ്യണം. ദൈവമാക്കി വെച്ച അധികാരത്തോടുള്ള ഭയം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു ഉയർച്ചയാണ്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അടുത്ത സമയം ഇതേ ഏലി പുരോഹിതൻ പറയാണ്, നിനക്ക് തലമുറ കിട്ടും. ആമേൻ. ഹല്ലേലൂയ. ദൈവവും കാത്തിരിക്കുകയാണ് ഒരു ചെറുക്കിന് വേണ്ടി. ഈ തലമുറയെ നേടാൻ ഒരാളെ ദൈവത്തിന് വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന, ഞാൻ തരാം. അപ്പൊ ദൈവത്തിന്റെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയായി മാറിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആവശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയായി മാറിയാൽ, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രാർത്ഥനയായി മാറിയാൽ, ദൈവത്തിന്റെ നിയോഗങ്ങൾ നമ്മുടെ പ്രാർത്ഥനയായി മാറിയാൽ, പിന്നെ അവൾ കരഞ്ഞില്ല, പിന്നെ അവൾ ആലയത്തിൽ കയറിയില്ല. പിന്നെ അവൾ ആലയത്തിൽ വരുന്നത് ശമൂവേലിനെയും കൊണ്ടാണ്. എത്ര പേർ കർത്താവിന് ആരാധന കൊടുക്കുന്നു? പിന്നെ അവൾ ആലയത്തിൽ വരുന്നത് ശമൂവേലിനെയും കൊണ്ടാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ചിലതുമായിട്ട് നിങ്ങൾ വരാൻ പോകുക ദൈവത്തിന്റെ അടുക്കൽ. ചിലതുമായിട്ട് നമ്മൾ വരാൻ പോകുക. എന്താ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കാത്ത? എന്താ കർത്താവ് അതിന് മറുപടി തരാത്ത? ചോദിക്കണം, ഞാൻ പ്രാർത്ഥിച്ചത് ആണോ നീ ആഗ്രഹിച്ചത്? ഹല്ലേലൂയ. നമുക്കിനി ഒത്തിരി സമയങ്ങൾ കളയാനില്ല. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ചില നിയോഗത്തിന്റെ പ്രാർത്ഥനകൾ ആത്മമണ്ഡലത്തെ ചലിപ്പിക്കും. 400 വർഷമായിട്ട് ആത്മമണ്ഡലം അടഞ്ഞിട്ടും ഒരു പ്രവാചകനും ഒരു പുരോഹിതനും ഒരു രാജാവും ജനത്തിന് നടുവിൽ ആത്മനിയോഗത്താൽ സഞ്ചരിക്കാതിരിക്കുമ്പോഴും
ഒരു പ്രവാചകനല്ലാത്തൊരു പുരോഹിതനല്ലാത്തൊരു രാജാവല്ലാത്ത നിസ്സാരക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഗൗരവം അനുസരിച്ച് അവനോട് ഇടപെടുവാൻ ഇറങ്ങി വന്നൊരു ദൈവം. ഹല്ലേലൂയ. ഗൗരവമുള്ള പ്രാർത്ഥനകൾ നമുക്ക് കൈകാര്യം ചെയ്യാം. ആത്മമണ്ഡലത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനകളെ, ദൂതന്മാരെ ആക്റ്റീവാക്കുന്ന പ്രാർത്ഥനകളെ, ആത്മമണ്ഡലത്തെ സ്വാധീനിക്കുന്ന പ്രാർത്ഥനകളെ, സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനകളെ, സ്വർഗം വെമ്പൽ കൊള്ളുന്ന, സ്വർഗം കൊതിക്കുന്ന, സ്വർഗം ചലിക്കാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം കേൾക്കാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ, ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ, ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ. ഈ തലമുറയ്ക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ, ഈ സഭയ്ക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ, ഈ ദേശത്തിന് ആവശ്യമുള്ള പ്രാർത്ഥനകൾ, ഈ രാജ്യത്തിന് ആവശ്യമുള്ള പ്രാർത്ഥനകൾ, ഇന്നത്തെ തലമുറയെ തൊടുന്ന പ്രാർത്ഥനകൾ, ആത്മമണ്ഡലം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് ഉയരട്ടെ. ഞങ്ങളുടെ നാവുകളെ, ഞങ്ങളുടെ അധരങ്ങളെ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കണമേ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ തലമുറയിൽ അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കൊയ്ത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ തിരിക്കണമേ. തരബാരബലം തരബട്ടലബർ തലബാരകലം തരബർത്തലബാരബലം തലബർത്തലബർത്തലബർത്തല ബട്ടലബർത്തല ബത്തലബർത്തല തലബർത്തല ബത്തലബച്ചല ബട്ടലബർത്തല മന്ദര. ഒന്ന് ആത്മാവിൽ സഞ്ചരിച്ച് പ്രാർത്ഥിച്ച്, ആത്മാവിൽ ഒന്ന് അന്യഭാഷകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്. തുരബർത്തലബാരബലം തരബത്തല ബർത്തലബർത്തല ബർത്തലബാരക സിയാർത്തോ ലവടേ ജലകേ മണ്ഡൽ ഘടകം ചുടകൽ ഘടകം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു ഭാരം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഭാരം, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഭാരം, നശിച്ചു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഭാരം, തെരുവീതികളിൽ വീണ് കിടക്കുന്നവർക്ക് വേണ്ടി നിലവിളിക്കാൻ ഒരു പ്രാർത്ഥനയുടെ ഭാരം, വചനം വെളിപ്പെടുവാൻ ഒരു പ്രാർത്ഥനയുടെ ഭാരം, പുതിയ ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, സഭ നിറഞ്ഞു കവിയുവാൻ, തിരുവചനം ലഭിക്കുവാൻ, ആത്മശക്തിയിൽ നിറഞ്ഞു തുളുമ്പുവാൻ. പ്രാർത്ഥന മനുഷ്യർ എഴുന്നേൽക്കട്ടെ, ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ. Oh Jesus. ഞങ്ങളുടെ ആകുലങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതത്തെ തീർക്കാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ തലമുറയെ നീ പിടിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ നീ പിടിക്കണമേ, ഞങ്ങളുടെ ആരോഗ്യത്തെ നീ പിടിക്കണമേ. ഞങ്ങളുടെ ബിസിനസ്സിനെ നീ കയ്യേറണമേ, ഞങ്ങളുടെ നാളുകളെ നീ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ മേൽ പ്രാർത്ഥനയുടെ അഗ്നിയെ നീ കത്തിക്കണമേ. സാധാരണ കാര്യങ്ങൾ വ്യാപരിക്കുന്ന ഒരു ആത്മതലം തുറക്കട്ടെ.
പിശാചിന്റെ തന്ത്രങ്ങൾ ദേശത്തെ വിട്ട് മാറട്ടെ. ഇരുട്ടിന്റെ കോട്ടകൾ തകരട്ടെ. ഉണർവിനെ പിടിച്ചുകെട്ടുന്ന ദുഷ്ടതലങ്ങൾ മാറട്ടെ. വചനത്തിന്റെ വാതിലുകളെ അടയ്ക്കുന്ന ദുരാത്മതലങ്ങൾ പൊളിയട്ടെ. ആത്മാക്കളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന ഇരുട്ടിന്റെ വാതകൾ മാറട്ടെ. രാജ്യത്തെ തകർക്കുന്ന ഭീകര ശക്തികൾ ഉടഞ്ഞു പോകട്ടെ. തലമുറകളെ വഴിതെറ്റിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അസാന്മാർഗ്ഗതയുടെ ദുരാത്മതലങ്ങൾ മാറട്ടെ. വചനത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ആരാധനയിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവമഹത്വത്തിൽ നിന്നും ഞങ്ങളെ വഴിതെറ്റിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ദേശം വിട്ടു മാറട്ടെ. ഞങ്ങളുടെ ദേശത്തിന്മേൽ ദൂതന്മാരുടെ സൈന്യമിറങ്ങി നടക്കട്ടെ. തുരവൽക്കടകത്തര വർത്തന യാക്കോബ് കണ്ടതുപോലെ ദൈവദൂതന്മാർ ഞങ്ങളുടെ വഴിയോരങ്ങളിൽ നടക്കട്ടെ. ഇത് ദൈവത്തിന്റെ സൈന്യം, ഇത് ദൈവത്തിന്റെ സൈന്യം, ഇത് ദൈവത്തിന്റെ സൈന്യം. ഗദർദേശത്ത് ദുരാത്മാവ് പിടിച്ചവൻ നടന്നതുപോലെയല്ല ഞങ്ങളുടെ ദേശത്ത് ദൈവദൂതന്മാർ അക്ഷരികമായി നടക്കട്ടെ. ഇത് ദൈവത്തിന്റെ ദൂതന്മാർ, ഇത് ദൈവത്തിന്റെ സൈന്യം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഞങ്ങളുടെ പട്ടണത്തിലൂടെ, ഞങ്ങളുടെ ദേശത്തിലൂടെ, ഞങ്ങളുടെ രാജ്യത്തിലൂടെ ഭീകരന്മാരല്ല, ദുരാത്മതലങ്ങളല്ല, ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. രാജ്യത്തെ തകർക്കാൻ വേണ്ടി, ദേശത്തെ തകർക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലത്തിന്റെ സകല ആലോചനകളും പൊളിയട്ടെ. ഞങ്ങളുടെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് ഡൽഹിക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ തകർക്കാനുള്ള ദുരാത്മാവിന്റെ പ്രവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഞങ്ങളുടെ യുവതലമുറകൾ, ഞങ്ങളുടെ ദേശങ്ങൾ, ഞങ്ങളുടെ ഭരണാധികാരികൾ, ഞങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനങ്ങൾ എല്ലാം സുരക്ഷിതമായിരിക്കട്ടെ. അത് ഭീകരവാദത്തിനും അത് ദുരാത്മാവിനുമുള്ള ഇരിപ്പിടങ്ങളല്ല. യേശുവിന്റെ നാമത്തിൽ ലോകം കാണാനുള്ള ഏറ്റവും ഉണർവിന് വേണ്ടി ഞങ്ങളുടെ രാജ്യത്തെ വേർതിരിക്കണേ. ഒന്നാത്മാവിൽ പ്രാർത്ഥിച്ചേ. ഞങ്ങൾ കാലുകുത്തി നിൽക്കുന്ന ഈ കുവൈറ്റിനെ അനുഗ്രഹിക്കുന്നു, ഇതിന്റെ ഭരണാധികാരികളെ അനുഗ്രഹിക്കുന്നു, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ രാജ്യം ഇനിയും ഉയരട്ടെ, ഈ രാജ്യം ഇനിയും പടരട്ടെ, ഈ രാജ്യം ഇനിയും മഹത്വപ്പെടട്ടെ, ഈ രാജ്യം ഇനിയും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും ഉണ്ടാകട്ടെ. യുദ്ധങ്ങളിൽ നിന്ന് ഈ രാജ്യം സുരക്ഷിതമാകട്ടെ. ദൈവരാജ്യത്തിന്റെ മഹത്വം ഈ രാജ്യത്തിൽ വെളിപ്പെടട്ടെ. ഒന്ന് കൈകൾ തട്ടി അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ച് കയറ്. ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ, ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ ഈ രാജ്യത്തിലേക്ക് വന്നത് സമ്പത്തിന് വേണ്ടിയാണെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ ഇവിടെ വന്നത് ജോസഫിനെ പോലെ വന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നത് ദാനിയേലിനെ പോലെ വന്നതാണ്. ഞങ്ങൾ വന്നത് നെഹമ്യാവിനെ പോലെ വന്നതാണ്. ഈ രാജ്യത്തിന് ഉയർച്ചയുണ്ടാകട്ടെ, ഈ രാജ്യത്തിന് വളർച്ചയുണ്ടാകട്ടെ, ഈ രാജ്യം സുരക്ഷിതമാകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ദൈവജനം ഇവിടെ ഉള്ളതാണ്. ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പെന്ന് പറയുന്ന നിലയിൽ ജോസഫുമാർ എഴുന്നേൽക്കട്ടെ ഇവിടെ, നെഹമ്യാവുമാർ എഴുന്നേൽക്കട്ടെ ഇവിടെ, ദാനിയേൽമാർ എഴുന്നേൽക്കട്ടെ ഇവിടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭരണ സംവിധാനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ടെക്നോളജികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, ഞങ്ങളുടെ അധികാരികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ, ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഫേവറുകൾ അവർക്ക് ലഭിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന വാതിലുകൾക്കായി സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന നന്മകൾക്കായി സ്തോത്രം.
ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ, ശിമയോന്മാർ എഴുന്നേൽക്കട്ടെ. നിങ്ങൾ ഓർക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന്. എന്തെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചാലേ കിട്ടും. എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് കണ്ണു പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രാർത്ഥനകൾ ആവിഷ്കരിക്കണം. നിങ്ങൾ സൗഖ്യമാവും. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവ് കരുതും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതോടുകൂടെ ഇതൊക്കെയും പുറകെ വരും, പുറകെ വരും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി പോലും വരത്തില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലും വരാത്ത നിലയിൽ പരിഹരിക്കാൻ ദൈവം എഴുന്നേൽക്കും. സത്യമാണ്, സത്യമാണ്. ഒരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അതിൻ്റെ താക്കോൽ നിന്റെ കയ്യിൽ കിട്ടും. നിന്റെ പ്രാർത്ഥനകൾ അങ്ങനെ തിരിയട്ടെ. ദൈവരാജ്യം. ഇന്നലകളിലുള്ള നമ്മുടെ പിതാക്കന്മാരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെടുമായിരുന്നു. അവരവരെയും അവരുടെ കുടുംബത്തെയും മാത്രമായിരുന്നു പ്രാർത്ഥിച്ചെങ്കിൽ സ്തോത്രം, നമ്മുടെ കുടുംബം രക്ഷിക്കപ്പെടുമായിരുന്നോ? നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി എത്ര പേർ ഇടിവിൽ നിന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയാത്ത പല അനുഗ്രഹങ്ങളും, നമ്മുടെ സഭയ്ക്കിന്ന് കയറി പിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും അടുത്ത തലമുറയ്ക്ക് കിട്ടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ദൈവം നമ്മെ ഒരുക്കണം. ആമേൻ, ആമേൻ. ഇസ്രായേൽ അനുഭവിച്ച സകല അനുഗ്രഹങ്ങളും ഇസ്രായേലിൻ്റെ പ്രാർത്ഥനയുടെ പ്രതിഫലമല്ല. ഇസ്രായേൽ അനുഭവിച്ച എല്ലാ നന്മകളും അവരുടെ അധ്വാനത്തിൻ്റെ അല്ല. എല്ലാ അനുഗ്രഹവും പറയുമ്പോൾ ദൈവം എടുത്തു പറയും, അബ്രഹാമിനെ ഓർത്താ ഞാനിത് ചെയ്യുന്നത് കേട്ടോ. കേട്ടില്ല? അബ്രഹാമിനെ ഓർത്താ ഞാനിത് ചെയ്യും. ആമേൻ. ഞാൻ നിലവിളി കേട്ടു കണ്ടു പറയും. നിങ്ങളുടെ നിലവിളിയല്ല. ഞാൻ 400 വർഷം മുമ്പ് അബ്രഹാമിനോട് പറഞ്ഞൊരു ഉടമ്പടി ഓർത്ത നാളേക്ക് വേണ്ടി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രാർത്ഥന മുറിയിലിടണം. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രാജ്യത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കണമെന്ന് നിങ്ങൾ പ്രവചിച്ചിടണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു പ്രവചനമായി മാറണം. സത്യമാണിത്. പ്രാർത്ഥനക്കാരൻ പ്രവാചകനാണ്. പ്രാർത്ഥനക്കാരൻ പ്രവാചകനാണ്. പ്രവാചകൻ പ്രാർത്ഥനക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പ്രാർത്ഥനക്കാരൻ പ്രവാചകനാണ്. ആമേൻ. പ്രവാചകൻ പ്രാർത്ഥിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കാതിരിക്കത്തില്ല, പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ പ്രവാചകൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നാം പ്രാർത്ഥിക്കുന്ന പലതും നാളെ ആത്മമണ്ഡലത്തിൽ വെളിപ്പെട്ടു വരും. വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ വരുന്ന ഒരു വ്യക്തിയാണ്, സ്തോത്രം, നമ്മൾ കാണുന്നത് ആമേൻ, ഏലിയാവ്. പക്ഷേ യാക്കോബിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഏലിയാവ് എന്ന പ്രവാചകൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഏലിയാവ് എന്ന പ്രാർത്ഥനക്കാരൻ. ഏലിയാവ് പ്രവാചകൻ എന്ന വാക്കല്ല യാക്കോബിൽ. പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥനക്കാരനാവും. പ്രാർത്ഥനക്കാരൻ പ്രവാചകനാവും. പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക തലം കഴിയുമ്പം നമ്മുടെ അപേക്ഷകളും കരച്ചിലുകളും മാറും. പിന്നെ അവിടെ പ്രവചനങ്ങളായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ അറിയാതെ നിങ്ങൾ ഉരുവിടുന്ന പലതും നാളെ സംഭവിക്കാൻ പോകുന്നതാണ്. പ്രാർത്ഥനയുടെ ഒരു 1 hour ഉള്ളൂ ഒരു ഹാർഡ്നെസ്. അത് കഴിയുമ്പോൾ അതങ്ങ് പൊട്ടും. അതാ പറഞ്ഞത്, നിനക്ക് 1 നാഴികയെങ്കിലും എൻ്റെ കൂടെ ഏത് മടുപ്പിൻ്റെ സമയത്ത് ഒരു 1 hour പ്രാർത്ഥിച്ചാൽ പിന്നെ പ്രാർത്ഥനയുടെ ആത്മതലത്തിൽ കയറാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആമേൻ ടയേർഡാകണ്ട, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു ഒരു പക്ഷി ആത്മാവിൽ ആമേൻ ഒരു പക്ഷി പറക്കുന്നത് പോലെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും. ആമേൻ. ഇന്ന് ഈ പകൽ
ഇവിടെ പറയുമ്പോൾ പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിച്ചവരെ കുറിച്ചുള്ളതും നിങ്ങൾ കേൾക്കണം, വായിക്കണം, അവരുമായി സഞ്ചരിക്കണം, അവരുടെ ഹൃദയങ്ങൾ നിങ്ങൾ അറിയണം. ആമേൻ. കൈകളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച വിഷയം യെരൂശലേമിൻ്റെ സമാധാനം, ആശ്വാസം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. ആമേൻ. ആ ഒരു പ്രാർത്ഥന അവൻ നയിച്ചപ്പോൾ അവനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ആത്മാവ് അവൻ്റെ മേൽ വസിക്കാൻ തുടങ്ങി. 400 വർഷമില്ലാത്ത ഇടപെടലുകൾ അവൻ്റെ മേൽ നടക്കുകയാണ്. എന്തൊരു ഭയങ്കരമല്ലേ, എന്തൊരു ഭയങ്കരം. എല്ലായിടത്തും കൂരിരുട്ട് മൂടിക്കിടക്കുമ്പോൾ ഒരു മനുഷ്യനോട് ദൈവാത്മ ഇടപെടുകയാണ്. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, അവനോട് അടുത്തൊരു പ്രോമിസ് കൊടുത്തു, നീ എന്ത് പ്രാർത്ഥിച്ചോ നീ അത് കാണും. പറയാൻ പറ്റും, നീ എന്ത് പ്രാർത്ഥിച്ചോ അത് നീ കാണും. അതൊരു പ്രാർത്ഥനക്കാരൻ്റെ ദൈവം കൊടുക്കുന്ന ഒരു 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 ഗ്യാരണ്ടിയാ. നീ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു സിമ്പലെങ്കിലും, ഒരു സൈനെങ്കിലും, അതിൻ്റെ ഒരു ആരംഭമെങ്കിലും നീ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. അമേൻ, അമേൻ, അമേൻ. യെരൂശലേമിന്റെ ആശ്വാസത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചപ്പം കർത്താവ് അവനോട് മിണ്ടാൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നീ കാണും കേട്ടോ. ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പോലും ശിമയോനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ശിമയോൻ ഇന്നലത്തെ കുറെ തിരുവെഴുത്തുകളുടെ അടിത്തറയിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയെന്നും തിരുവെഴുത്തിന്റെ അടിത്തറയിലാണ്. ആമേൻ. ഇവൻ ഒത്തിരി ദൂതുകൾ കേട്ടിട്ടുണ്ട്. മശിഹ വരും, ക്രിസ്തു വരും, എല്ലാം യഥാസ്ഥാനപ്പെടുത്തും, യെരൂശലേമിന് വീണ്ടും ഒരു നവോത്ഥാനമുണ്ട്, ഒരു വിടുതലുണ്ട്. ഇതവൻ്റെ പ്രാർത്ഥനയായി എടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ കേട്ട പ്രവചനങ്ങൾ പ്രാർത്ഥന മുറിയിൽ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അത് നടക്കാൻ ലേറ്റാകും, അല്ലെങ്കിൽ അടുത്ത പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കുന്നവരെയും അത് കാത്തിരിക്കും. പ്രവചനം ഉള്ളത് കൊണ്ട് അത് നടക്കണമെന്നില്ല. പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കണം. ആമേൻ. അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ആമേൻ. ഏത് പ്രവചനത്തെയും വലിച്ചിറക്കുന്നത് പ്രാർത്ഥനക്കാരാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അടുത്തൊരു വാക്കൂടെ പറയാം. ആമേൻ. ഇതുപോലത്തെ ഒരു മനുഷ്യനാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ദാനിയേൽ. ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ ആമേൻ, ആമേൻ. അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, തിരുവെഴുത്ത് വായിച്ചപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രവചനം കണ്ടു. എന്താ പ്രവചനം? യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് മാറുമെന്ന് കണ്ടു. കണ്ടിട്ട് അവൻ ബൈബിൾ അടച്ചില്ല. അവന് മനസ്സിലായി അത് നടക്കണം. ഹല്ലേലൂയ. എത്ര ഭയങ്കരമാണ് ആ കാര്യങ്ങൾ. നമ്മളെയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ബലപ്പെടുത്തുന്ന ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ്. ആമേൻ. പ്രവചനമുള്ളത് കൊണ്ട് എല്ലാം ആയെന്ന് ചിന്തിക്കരുത്. ഇന്നത്തെ പ്രവചനം തന്നെ നാളെയും കേൾക്കും, നാളത്തെ പ്രവചനം നാളെയും കേൾക്കും. കാരണം അത് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാ. അത് മരിക്കുന്നവരെ കേട്ടോണ്ടിരിക്കും. കേട്ടതുകൊണ്ട് നടക്കണമെന്നില്ല. ആ കേട്ടതിനെ പ്രാർത്ഥനയിൽ വലിച്ചിറക്കണം. ആമേൻ. പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള കൺസേണാ. കർത്താവ് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ്. അത് ദൈവം അറിയിച്ചുകൊണ്ടേയിരിക്കും. അത് അറിയിച്ചുകൊണ്ടേയിരിക്കും. അത് അറിയിച്ചുകൊണ്ടേയിരിക്കും. കാരണം കാണുമ്പോൾ എല്ലാം പറയാം, എടാ ഞാൻ നിന്നെ ഇതിനാ കണ്ടേ, ഞാൻ ഇതിനാ കണ്ടേ, ഞാൻ ഇതിനാ കണ്ടേ. ആമേൻ. നിന്നെ ഇതിനാ കണ്ടേ, നിന്നെ ഇതിനാ കണ്ടേ. അത് ദൈവം മരിക്കുന്നവരെ പറയും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കേട്ടൊരു ചരിത്രം. ആമേൻ. വാര്യപുരം യോനാച്ചാനോട് മരിക്കുന്നതിന്റെ അടുത്ത സമയം വന്ന് പറഞ്ഞു, ആമേൻ, നിന്നെ അമേരിക്കയിൽ അയക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത സമയം മരിച്ചുപോയി. കാരണം അദ്ദേഹം പാസ്പോർട്ടും എടുത്തിട്ടില്ല, പുള്ളി ജീവിതത്തിൽ മുണ്ട് മാറത്തില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവത്തിന് ഹൃദയം പറയുകയല്ലാതെ എന്നെ ചെയ്യാൻ പറ്റും? ആമേൻ പറഞ്ഞില്ല. ദൈവത്തിന്റെ ഹൃദയമാണ് നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകുന്നത്, ലോകരാജ്യത്ത് മുഴുവൻ അനുഗ്രഹിക്കുക. പക്ഷേ ആളെന്ത് ചെയ്തിട്ടുമില്ല, പാസ്പോർട്ടും എടുത്തിട്ടില്ല, മുണ്ട് മാറത്തുമില്ല. ആമേൻ. പക്ഷെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കാൻ മരിക്കുന്നു പറയും. പ്രവചനമല്ല തെറ്റ്.
അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ആമേൻ പറഞ്ഞില്ല? അതിനുള്ള സാഹചര്യങ്ങളും സാഹചര്യങ്ങളും ദൈവം നമുക്ക് തുറന്നു തരും, ബന്ധങ്ങളും തുറന്നു തരും. ആമേൻ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം മരിക്കുന്നവരെ പറയും. നമ്മളെ കിട്ടുമ്പോഴെല്ലാം പറയും, കിട്ടുമ്പോഴെല്ലാം പറയും. ആമേൻ. ഇരമ്യാവിനെ കിട്ടിയപ്പോഴാണ് പറഞ്ഞേ, നീ ബാലനെന്ന് പറയരുത്. അപ്പൊ ബാലനായപ്പോഴാണ് കിട്ടിയത്. പക്ഷേ പറയാണ്, ഞാൻ നിന്നെ ബാലനായപ്പോഴല്ല പ്രവാചകനെ കണ്ടത്, ഞാൻ നിന്നെ ഗർഭത്തിൽ വെച്ച് ഉദരത്തിൽ വെച്ച് പ്രവാചകനായിട്ടാണ് കണ്ടേ. പക്ഷെ ഉദരത്തിൽ വെച്ച് പ്രവാചകനെ കണ്ടെങ്കിലും ഉദരത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ പ്രവചിച്ചില്ല. കാരണം നിന്നെ കിട്ടിയില്ല. നിന്നെ ഇപ്പോഴാ കിട്ടിയേ. നിന്നെ കിട്ടിയപ്പോൾ എൻ്റെ ഹൃദയം പറയുക, എപ്പം നമ്മളെ കയ്യിൽ കിട്ടുവോ അപ്പം ദൈവ ഹൃദയം പറയും. അമ്മയും പറഞ്ഞില്ലേ, എപ്പം നമ്മളെ കയ്യിൽ കിട്ടുവോ അപ്പം അവൻ്റെ സ്വപ്നം, അവന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം, അവൻ നമ്മളെക്കുറിച്ചുള്ള ആ ആനന്ദം നമ്മളുമായി പറയും. ഗ്ലോറി ടു ഗാഡ്. നമ്മൾ പലരും പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോഴാണ് ദൂത് കിട്ടിയെന്നല്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോഴാണ് നിന്നെ കിട്ടിയത് ദൈവത്തിന്. ദൈവത്തിന് നിങ്ങളെ കിട്ടിയാൽ വാതോരാതെ സംസാരിക്കും, പ്രായം നോക്കാതെ സംസാരിക്കും. പെട്ടെന്നില്ല, വാ തോരാതെ സംസാരിക്കും, പ്രായം നോക്കാതെ സംസാരിക്കും. മറ്റൊരു വാക്ക് പറഞ്ഞാൽ നിന്റെ കപ്പാസിറ്റി നോക്കാതെ സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലി പുരോഹിതൻ പറയാണ്, ഇനി വിളിക്കുകയാണെങ്കിൽ അടിയനിതാ, അടിയനോട് സംസാരിക്കണേ എന്ന് നീ പറയണം. ആമേൻ. ചില കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ ചില ദൈവ മനുഷ്യരുള്ളതിനായി സ്തോത്രം. ആമേൻ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. എനിക്കറിയില്ല, ദൈവം എന്തൊക്കെയോ സംസാരിക്കുക. ഹല്ലേലൂയ. അപ്പം അവരോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടേ, ദൈവം അടിയനിതാ, അടിയനോട് സംസാരിക്കണം എന്നൊരു സമർപ്പണത്തിന് ശേഷമാ ആത്മമണ്ഡലം സജീവമാകുന്നത്. അപ്പൊ ചില വാക്കുകളൊക്കെ നമ്മളിൽ നിന്ന് വരാതെ ദൈവം സർവശക്തനാണെങ്കിലും ഇടപെടാൻ പറ്റത്തില്ല. ഈ 3 വട്ടം വിളിച്ചിട്ടും 3ാമത് വട്ടം മനസ്സിലായപ്പോഴാണ് ദൈവം ഇടപെടുന്നേ. അപ്പൊ ദൈവത്തിനങ്ങ് പറഞ്ഞാൽ പോരെ, ആദ്യം വിളിച്ചിട്ട് സ്തോത്രം അല്ല, നിന്നെ കറക്റ്റ് ചെയ്യാൻ ഒരാളെ ദൈവം അപ്പുറത്തുണ്ട്. ദൈവം നമുക്ക് തരുന്ന ഓരോ ബന്ധങ്ങളും അധികാരങ്ങളും അതിന്റെ പിൻപിൽ ദൈവം ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. ആമേൻ. കർത്താവിന് കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാണ്. നിങ്ങൾ അടുത്ത വാക്ക്, ഞാൻ ആ വാക്ക് വന്നപ്പോൾ അങ്ങ് വിട്ടുപോയേ. അടിയനിതാ, അടിയനോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശകലമല്ല സംസാരിക്കുന്നേ. ഒരു കൊച്ചു ചെറുക്കനോട് രാജ്യത്തെ തിരിച്ചു മറിക്കുന്ന കാര്യം പറയുക. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഇതൊക്കെ കേൾക്കാനുള്ള കപ്പാസിറ്റി ഈ കൊച്ചു ചെറുക്കനുണ്ടോ? ആമേൻ. ഞാൻ ഏലി പുരോഹിതനെ, അവൻ്റെ മക്കൾ ഇത് എല്ലാം പറയുക. ഒന്ന് ഓർത്ത് വയ്ക്കുക, ഒരു രാജ്യത്തെ തിരിക്കുന്ന ദൂത് ഇത്രയുള്ളൊരു ചെറുക്കനോട് ദൈവം സംസാരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ദൈവത്തിന് നിന്നെ കിട്ടിയാൽ വാദവരാതെ സംസാരിക്കും. ആമേൻ പറഞ്ഞില്ല, നിന്നെ കിട്ടിയാൽ പ്രായം നോക്കാതെ സംസാരിക്കും, നിന്റെ കപ്പാസിറ്റി നോക്കാതെ സംസാരിക്കും. ഈ ദിവസങ്ങളിലൊക്കെ എനിക്കിത് വചനം ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു ദൂതാ. ചിലരോടൊക്കെ ദൈവം ഇടവിടാതെ മിണ്ടാൻ പോവാ, ചിലരോടൊക്കെ ദൈവം തുടർമാനം മിണ്ടാൻ പോകുകയാ, ചിലരോടൊക്കെ ദൈവം വലിയ കാര്യങ്ങൾ പറയാൻ പോകുകയാ, ചിലരോടൊക്കെ ദൈവം ആഴത്തിൽ സംസാരിക്കാൻ പോകുകയാണ്. ദൈവം രാജ്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോകുകയാ, ഭരണാധികാരികളെ കുറിച്ച് സംസാരിക്കാൻ പോകുകയാ, ദേശത്തെ കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ്. നീ തന്നെ ചിന്തിക്കും, ഇത്രയും ആഴത്തിൽ എന്നോട് സംസാരിക്കാൻ ഞാൻ ആരാണെന്ന് ചിന്തിക്കുന്ന നിലയിൽ ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുകയാണ്. ഘടകധനം ജാലഘടകധനം. വിശ്വസിക്കുക ദൈവമക്കളെ, വിശ്വസിക്ക്. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും സത്യമായും പറയുകയാണ്, ആമേൻ, അടുത്ത വാക്കുകൾ തരുന്ന കർത്താവാണ്. ആമേൻ. ഞാൻ ഒരു പ്രിപ്പയർഡ് ചെയ്തല്ല ഇവിടെ നിൽക്കുന്നത്. ഞാൻ കർത്താവേ നിനക്ക് സംസാരിക്കണം, അതിനെന്നെ തരുന്നു എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കേൾക്കുന്ന ദൂതുകൾ കണ്ണുമടച്ച് വിശ്വസിക്കാം. ആമേൻ. കർത്താവിൻ്റെ ഇടപെടലുണ്ട്. കർത്താവ് നിങ്ങളോട് മിണ്ടും. കർത്താവ് നിങ്ങളോട് വലിയ കാര്യങ്ങൾ പറയും. കർത്താവ് വലിയ കാര്യങ്ങൾ പറയും. നിങ്ങൾ ആരും ആമേൻ പറഞ്ഞു വലിയ കാര്യങ്ങൾ പറയും. രാജ്യത്തെക്കുറിച്ച് പറയും, ദേശത്തെക്കുറിച്ച് പറയും, കുടുംബത്തെക്കുറിച്ച് പറയും, തലമുറയെക്കുറിച്ച് പറയും, വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയും. വലിയ കാര്യങ്ങൾ അറിയിക്കും, വലിയ കാര്യങ്ങൾ അറിയിക്കും, വലിയ കാര്യങ്ങൾ അറിയിക്കും. നിന്റെ കണ്ണുകൾ തിളങ്ങുന്ന പോലെ ദൈവം നിന്നോട് സംസാരിക്കും. ഒരു കൂട്ടുകാരനെ പോലെ സംസാരിക്കും, ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കും. ഈ ദൈവം ഇന്നും പ്രായമായിട്ടില്ല. ആ ദൈവത്തിന് ഒരു മാറ്റവും ഇല്ല. ആ ദൈവത്തിന് ആച്ഛേദനമില്ല, ഗതി വിഗതികളില്ല. അവൻ ഇന്നലെ എന്തായിരിക്കുന്നു അതുപോലെ തന്നെ അവൻ ഇന്നും ആക്റ്റീവാ. ആമേൻ. അവന് ഒരു മാറ്റവും ഇല്ല. തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഉടാടി സഞ്ചരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി, ദൈവത്തിന് നന്ദി, ശുദ്ധാത്മാവിന് നന്ദി, രാജാവിന് നന്ദി. ചില വിഷയങ്ങൾക്കൊക്കെ ഇനി നിന്റെ കുടുംബവുമായുള്ള ചില വിഷയങ്ങൾക്കൊക്കെ ഇനി പ്രാർത്ഥിക്കരുത്. അതിനെ കർത്താവിന്റെ കയ്യിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് നീ ദൈവദൗത്യത്തിലോട്ട് കയറണം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വന്നു. പറഞ്ഞു, പാസ്റ്ററെ പൈസ ഇല്ല, പണമില്ല. അമ്മേൻ അമ്മേ ഞാൻ പ്രാർത്ഥിച്ച് മടുത്ത് അച്ഛാ. ഞാൻ പറഞ്ഞു, നീ ഇനി മേലാൽ പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നീ വേറെ പ്രാർത്ഥന എടുക്കുക. നീ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് പിറ്റേ ദിവസം ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ വഴി തുറന്നു. എൻ്റെ മുമ്പിൽ ചില പ്രാർത്ഥനകളുണ്ടല്ലോ, നമ്മുടെ ഉള്ള വഴി അടയ്ക്കും. കാരണം നമ്മെ ദൈവം വേറെ ഒന്നിനു വേണ്ടി വെച്ചേക്കുമല്ലേ. നമ്മുടെ ചില പ്രാർത്ഥനകൾ ഉയർന്നിട്ട് വേണം ദൈവത്തിന് ചലിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയർ ഇട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തെറിയണം. എല്ലാം സ്തോത്രം പറഞ്ഞ്, അതാ തിരുവചനം പറയുന്നത്, സ്തോത്രം ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, സകലവും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. കർത്താവേ, എനിക്ക് ഇന്ന വിഷയമുണ്ട്, സ്തോത്രം പിടിച്ചോ. നിങ്ങൾ ഓർക്ക് ഇതിനകത്തെ അത്ഭുതം നടക്കൂ, ഇതിനകത്തെ എന്തെങ്കിലും നടക്കൂ. കാരണം അങ്ങനെ ഒന്ന് വിട്ടുകൊടുത്ത് നീ ഒന്ന് ഫ്രീ ആയിക്കേ, ഇങ്ങോട്ട് പ്രാർത്ഥന വിഷയം ഇറങ്ങും. ഇങ്ങോട്ട് പ്രാർത്ഥന വിഷയം ദൈവം തരാൻ തുടങ്ങും. നമ്മൾ പോലും അതിശയിക്കും ദൈവത്തിന് ഇത്ര വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന്. പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ വാക്ക്, അമേൻ, ഈ ശിമയോന്റെ പ്രാർത്ഥനകൾ തിരുവെഴുത്തുകളുടെ അകത്ത് നിന്നുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, പ്രാർത്ഥിച്ചതവൻ കണ്ടു. കർത്താവ് പറയാണ്, നീ ഇത് കാണും. നിങ്ങൾ ശ്രദ്ധിച്ച്, സെയിം ഇതേ കാര്യമാണ് ദാനിയേല്. അദ്ദേഹം തിരുവെഴുത്ത് വായിച്ചപ്പോൾ കണ്ടു. 70 ആഴ്ചവട്ടം കൊണ്ട് യെരുശലേമിന്റെ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാവും. കണ്ടുടനെ അദ്ദേഹം ബൈബിൾ മടക്കിയിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വചനം യെശയ്യാവ് ഇതിനെക്കുറിച്ച് പ്രവചിച്ചു. യെശയ്യാവ് പ്രവചിച്ചു 44ഉം 45ഉം പ്രവചിച്ചു. അമ്മേൻ, കോരശന്റെ ഇടയനാകുന്നു, അവൻ എൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ വീണ്ടും 45 തുടങ്ങി. ആമേൻ, ഞാൻ കോരശിനെ കൈക്ക് പിടിച്ചിരിക്കുന്നു, അവൻ ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടത്തിലെ ഗുപ്തനിധികളെയും ഞാൻ തരും. സ്തോത്രം, അവൻ അറിയാതിരിക്കാൻ ഞാൻ അവൻ്റെ അരമുറുക്കിയിരിക്കുന്നു എന്നിങ്ങനെ പ്രവചനം ഇങ്ങോട്ട് പറയുകയാണ്. അങ്ങനെ സ്തോത്രം, കോരശനെ കുറിച്ചുള്ള ദൈവപദ്ധതി എഴുതി വെച്ചിരിക്കുകയാണ് യെശയ്യാവ്. സെയിം ഇരമ്യാവും എഴുതി വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നു 25-ലോ 30-ലോ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് പിന്നെ ദൈവത്തോട് അനുവദിക്കുമ്പോൾ പറയാം. ഈ 2 പ്രവചനവും വായിച്ചിട്ട് സ്തോത്രം ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പ്രവചിക്കാൻ യെശയ്യാവും
പ്രവചിക്കാൻ ഇരമ്യാവും, പ്രാർത്ഥിക്കാൻ ദാനിയേലും. പക്ഷെ ഞാൻ അടുത്ത വാക്ക് പറയാം, പ്രവചിച്ചവൻ അത് കണ്ടില്ല, പ്രാർത്ഥിച്ചവൻ അത് കണ്ടു. നിങ്ങൾ ആ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേർഡെന്ന് വായിച്ചേ, അത് മതി. ലാസ്റ്റ് വാക്യം, 1-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം. ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ, എന്താ അത് എഴുതി വെച്ചേ? ദാനിയേലോ കോരശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ. എടാ, നീ പ്രാർത്ഥിച്ചവനാ, നീ ഇവൻ വരാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചേ. ഇനി അവൻ കാര്യങ്ങൾ ചെയ്തോളും, നീ പോയി വിശ്രമിച്ചോ. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവൻ അധികാര കസാരയിൽ എത്തിയിട്ടാണ് അവൻ മരിച്ചത്. ചെറിയ കാര്യമല്ല, ഒരു സാമ്രാജ്യം തീർന്നു. ആ ഒരു സാമ്രാജ്യത്തിൽ അവനെ തകർക്കാൻ എത്ര പദ്ധതികൾ പിശാചിട്ടു. അവനെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് എന്ത് തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷെ ആ സാമ്രാജ്യം തകർന്നിട്ടും പ്രാർത്ഥനക്കാരൻ തകർന്നില്ല. പലതിനെ അതിജീവിക്കാൻ നിനക്ക് ദൈവം കരുത്ത് തരും. പലത് തകർന്നാലും നീ തകരാതെ ദൈവം നിർത്തും. കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്ര പവറുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്ര തീയുണ്ട്. ആമേൻ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ആമേൻ, ആമേൻ. ബാബിലോണി സാമ്രാജ്യം തകർന്നു, മേദ്യ സാമ്രാജ്യം കയറി വന്നു. അതിനകത്ത് കോരശ് രാജാവായ ശേഷം ഹാവിദിനോട് പറഞ്ഞു, പൊക്കോ മക്കളെ, പോയി വിശ്രമിച്ചോ, നീ പോയി കിടന്നുറങ്ങടാ. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചതിനെ നീ കാണും. അതിൻ്റെ ഒരു സൈനെങ്കിലും, അതിൻ്റെ ഒരു സിഗ്നലെങ്കിലും നിനക്ക് തിരിച്ചറിയുന്നത് പോലെ കാണിച്ചിട്ട് അവിടെ പറഞ്ഞ, നീ ഇസ്രായേലിന്റെ പരിശുദ്ധനെ കാണും, കർത്താവായ ക്രിസ്തുവിനെ നീ കാണും. കണ്ണു മങ്ങിയിട്ടും, ആമേൻ, കാഴ്ച മങ്ങിയിട്ടും ഒരു വടികുത്തി അവിടെ പറയുന്ന വാക്കുണ്ട്, അവൻ ആലയത്തിൽ വന്നിട്ട് ആത്മനിയോഗം പ്രാപിച്ചെന്നല്ല, ആത്മനിയോഗത്താ. നമ്മളൊക്കെ ചർച്ചയിൽ വന്ന് ഒരു 3-4 പാട്ടൊക്കെ പാടി കഴിഞ്ഞ് ആത്മാവിലോട്ട് കയറത്തുള്ളൂ, അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ആമേൻ. 2-3 കഴിഞ്ഞിട്ടെങ്കിലും വരുമല്ലോ, അതൊരു സന്തോഷം. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറയാണ്, ആത്മനിയോഗത്താൽ. ഇവൻ ആലയത്തിൽ ചെന്നിട്ട് നിയോഗം പ്രാപിക്കണ്ട, ഇവൻ വീട്ടിലെ നിറവില. ഞാനിതൊക്കെ വായിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ 10 എണ്ണം ചർച്ചിലുണ്ടായിരുന്നേ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അവൻ ആത്മനിയോഗത്താൽ, കേട്ടില്ല, ആത്മനിയോഗത്താൽ അവനിങ്ങനെ സ്പിരിറ്റിലാണ്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? അവൻ ആത്മാവിൽ നടക്കുക, അവൻ ആത്മാവിൽ സഞ്ചരിക്കുക, അവൻ ആത്മനിയോഗത്താൽ. ഓ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവൻ ആത്മനിയോഗത്താൽ ആലയത്തിലേക്ക് ചെന്നു. അവനറിയാം, ഇന്ന് ചിലത് കാണുന്ന ദിവസമാ, ഇന്ന് ചിലത് കാണുന്ന ദിവസമാ, ഇന്ന് ചിലത് നടക്കുന്ന ദിവസമാ, ഇന്ന് ചിലത് എടുക്കുന്ന ദിവസമാ. വനാലയത്തിലേക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് മാതാക്കൾ, പിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ പലരെ കാണാൻ പലതും അവന് കണ്ടില്ല. പക്ഷെ ഒരു പെൺകുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൽ ഇവന്റെ കണ്ണുകൾ ഉടക്കി. നിങ്ങൾ ഓർത്ത്, ഇതൊക്കെ അതിശയമല്ലേ? യെരൂശലേം ദേവാലയം ഇങ്ങനെ ദിവസവും ജനങ്ങൾ കൊണ്ട് നിബിഡമാ. അതിനകത്തൊരു വൃദ്ധനായവൻ ഒരു കുഞ്ഞിൽ ശ്രദ്ധാലുവായി. ഞാൻ ആത്മാവിൽ പറയാം, പലതർക്കും പലതും മറഞ്ഞാലും നിനക്ക് കാണേണ്ടതിനെ ദൈവം കാണിച്ചിരിക്കും. നീ കാണേണ്ടത് കാണും, നീ കാണേണ്ടത് കാണും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ട്. നീ എടുക്കേണ്ടത് എടുക്കും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ആ കുഞ്ഞിലേക്കൊരു പ്രകാശം. അവൻ വഴിതെറ്റാതെ
ആള് മാറാതെ അവിടെ ചെന്ന് ആ കുഞ്ഞിനെ എടുത്തു. ആ കുഞ്ഞിനെ മാത്രം എടുത്തു. നീയാണോ 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 എന്ന് ചോദിച്ചില്ല. തെരച്ചിലുകളില്ല. ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥനക്കാരൻ കൺഫ്യൂഷനിൽ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണോ ഇതാണോ അതാണോ ഇതാണോ, നോ. അവൻ കറക്റ്റ് വരുന്നതിന് അവന്റെ കണ്ണുടക്കും. നിങ്ങളിന്ന് വിശ്വസിച്ചോ, നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവഹിതമില്ലാത്തതൊന്നും വരത്തില്ല. ദൈവഹിതമില്ലാത്തതൊന്നും കണ്ടാൽ പിടിക്കത്തില്ല. പക്ഷെ കാണേണ്ടത് കാണാൻ നിനക്ക് കണ്ണുകൾക്കൊരു പ്രകാശനം ദൈവം തരും. അവിടെ ഒരു കത്തൽ നിന്റെ അകത്തിടും ദൈവം, ഒരഗ്നി നിന്റെ അകത്തിടും. നിങ്ങൾ സന്തോഷത്തോടെ പൊക്കോണം. കർത്താവ് എന്തൊക്കെയോ ചെയ്യും ഈ ദിവസം. അവൻ അതിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പോഴോ നാഥ, സമാധാനത്തോടെ എന്നെ പറഞ്ഞേക്ക്. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇനി മരിച്ചോ, ഞാൻ ഇതിനു വേണ്ടിയാണ് മരണത്തെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. കേട്ടോ, നിങ്ങൾ അവിടെ കണ്ടോ, അവൻ ഏൽപ്പിച്ചു കൊടുക്കുക മരണത്തിന്. അതുവരെ അവൻ പറഞ്ഞു എനിക്ക് മരിക്കാൻ മനസ്സില്ല. കാരണം കാണാനുണ്ട്, എടുക്കാനുണ്ട്, പൂർത്തീകരിക്കാനുണ്ട്. ഇന്ന് നിങ്ങളിതൊരു ചലഞ്ചായി എടുക്കണം. ജീവിതത്തിനകത്ത് ചിലത് കാണാനുള്ളവരാണ്, എടുക്കാനുള്ളതാണ്. അതിൻ്റെ മുമ്പിൽ മരണത്തിന് തൊടാൻ നീ അനുവാദം കൊടുക്കില്ല. അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോഴോ നാഥ, സമാധാനത്തോടെ എന്നെ വിട്ടേരെ, എന്നെ വിട്ടേരെ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇനി കാണാനുള്ളതെല്ലാം കണ്ടു, എടുക്കാനുള്ളതെല്ലാം എടുത്തു, സ്തുതിക്കാൻ സ്തുതിച്ചു. ഇനി എന്തിനെ വെറുതെ ഇവിടെ നിൽക്കണേ? ജീവിതം തൃപ്തിയായിട്ടേ പോവാം. അമ്മയും പറഞ്ഞു, ജീവിതം ഉറക്കെ പറഞ്ഞു, തൃപ്തിയായിട്ടേ പോവാം. അമ്മേ, ഞാൻ ദീർഘായുസ് കൊണ്ട് നിനക്ക് എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കണ്ട് തൃപ്തിയായിട്ടേ പോവാം. അമ്മയും പറഞ്ഞു, കണ്ട് അങ്ങനെ പോവാം. അമ്മേ, ദൈവം അങ്ങനെ വെച്ചേക്കുക. പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മറ്റ് ഭാഗങ്ങൾ കർത്താവ് അനുവദിക്കുന്ന സമയത്ത് തൊടാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയം തീർന്നു പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഭയങ്കര പ്രാർത്ഥനയുടെ ആത്മാവ്, ഒരു ഭയങ്കര പ്രാർത്ഥനയുടെ ആത്മാവ് കർത്താവ് പകരുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചു, 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചു. നഷ്ടമായി പോയ സമയങ്ങൾ, നഷ്ടമായി പോയ മണിക്കൂറുകൾ, നഷ്ടമായി പോയ ദിവസങ്ങൾ ക്ഷമിക്കണേ കർത്താവേ. യഥാർത്ഥ പോരാളിയാക്കണേ. യഥാർത്ഥ പോരാളിയാക്കണം, യഥാർത്ഥ പടയാളിയാക്കണം. ഹല്ലേലൂയ. പടക്കളത്തിൽ പോരാടുന്നവൻ, അവൻ്റെ വീട്ടിൽ ആഹാരമുണ്ടോ ഭക്ഷണമുണ്ടോ എന്നൊന്നും ചിന്തിക്കാൻ അവൻ്റെ മനസ്സിന് പോലും അനുവദിക്കാതെ രാജ്യം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഇതിനകത്തിരിക്കുന്ന ചിലർ ജീവിതകാര്യത്തിൻ്റെ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നു. ചില ബാധ്യതകൾ, ചില കടങ്ങൾ, ചില വഴികൾ അടഞ്ഞത്, ചില നന്മകൾ മുടങ്ങിയത്. സ്തോത്രം. ചില നന്മകൾക്ക് വന്ന ശൂന്യതകൾ. സ്തോത്രം. ഇവിടെ വന്നിട്ടും ഇവിടുത്തെ ചില കുരുക്കൾ അഴിക്കാൻ വീട്ടിലെ നന്മകൾ കൊണ്ടുവന്ന് കുരുക്കൾ അഴിച്ച ചിലരുണ്ട്. പക്ഷേ കർത്താവേ, ഇന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ഇനി അവർ ഉപജീവന ചിന്തകളാലോ ജീവിതഭാരത്താലോ തളർന്നു പോകാൻ അനുവദിക്കരുതേ. അപ്പൻ്റെ കരങ്ങളിൽ കൈമാറിയിട്ട് ഇവരെ കർത്താവേ അത്ഭുത വിഷയമാക്കാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. 1-2 മിനിറ്റ് പ്രാർത്ഥിച്ചേ. ദൈവനോട് പറയുന്നു, നിന്റെ രാത്രികളിൽ ചില പ്രാർത്ഥനകൾ നിനക്ക് തരും. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കും.
റബൽ ബട ബദുര ബട ബദുര ബട ബടബ. പ്രാർത്ഥനയുടെ പാറ്റേണുകൾ ദൈവം തിരിക്കാൻ പോവുകയാണ്. റിബീൽ ഘടക തുടി ഘടക. നിന്റെ പ്രാർത്ഥനയുടെ സൈനുകൾ നീ ദേശത്ത് കാണാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ സൈനുകൾ നീ പട്ടണങ്ങളിൽ കാണാൻ പോവുകയാണ്. റബൽ ഘടക തര ഘടക തര ഘടക തുര ഘടക തര ഘടക ലബർ ബരി ബിരി 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 ഷാബ്ര തുര ബട ബദുര ബടബ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കായി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. തളർത്തിക്കളഞ്ഞ, ക്ഷീണിപ്പിച്ച് കളഞ്ഞ, മടുപ്പിച്ച് കളഞ്ഞ എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. റിമി ഘടബദുനബട കബദുലബടി ബിരികടക തലബടി ബദനബടിയ ലേബ്രി ഷമർദോ ജൽബാരക തുരിബടി ഗനഘടക. ഇവരകത്തെ പോരാളി എഴുന്നേൽക്കട്ടെ. ആമേൻ. അല്ലയോ രാത്രികാലങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ ആലയത്തിൽ കൈ ഉയർത്തി നിൽക്കുന്ന വിശുദ്ധന്മാരെ, യഹോവയെ വാഴ്ത്തുവീൻ, യഹോവയെ വാഴ്ത്തുവീൻ. തൽബട ബലബട ബദുരിബട ബദുരിബിടി ബിരി ബിരി ബദനഘടക തുരിബിരി ബിരി 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 ബിരി. മുൻപോട്ട് പോകാൻ കഴിയാതെ മനസ്സിനെ തളർത്തി, ഹൃദയത്തെ തകർത്തി, ക്ഷീണിപ്പിച്ച് ദണ്ഡിപ്പിച്ച പൈശാചിക മണ്ഡലങ്ങൾ ആത്മാവിൽ ഉടഞ്ഞു പോകട്ടെ. നിന്റെ മുമ്പിൽ വഴികളില്ലെന്ന് പിശാച പറയുന്നേ, നിന്റെ മുമ്പിൽ വാതിലുകളില്ലെന്ന് പിശാച പറയുന്നേ, നിന്റെ മുമ്പിൽ ഇനി പോകാൻ വാതിലുകളില്ലെന്ന് പിശാച പറയുന്നേ. എന്നാൽ ദൈവം പറയുന്നു, ഇല്ല, നിന്റെ മുമ്പിൽ ഒരു വഴിയല്ല, നിന്റെ മുമ്പിൽ 7 വഴിയാണ് കേട്ടോ. അതർബലപരപതര. നീ തിരഞ്ഞെടുക്കുന്ന നിലകളിൽ നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും കേട്ടോ. അതർക്കടകഥന. ഞാൻ ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, നിന്റെ അധ്വാനങ്ങൾ കുറഞ്ഞ് നിന്റെ വരുമാനങ്ങൾ വർദ്ധിക്കുന്ന നിലകളിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. എൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ നൽകും. ആമേൻ, ആമേൻ. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടന്നുറങ്ങുന്നതും കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നതും വ്യർത്ഥമാണ്. ദൈവാത്മാവ് ഇന്ന് പറയുന്നു, നിന്റെ അധ്വാനങ്ങൾ കുറയുന്നു, നിന്റെ വരുമാനങ്ങൾ വർദ്ധിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിന്റെ വേല ചെയ്യാൻ വേണ്ടി. സ്വാതന്ത്ര്യത്തോടെ ചില പുതിയ വഴികളെ തുറക്കുന്നു. ചില ഹാർഡായ ജോലികൾ ചിലർക്ക് മാറ്റി കിട്ടാൻ പോകുന്നു എന്ന് കർത്താവ് ഇന്ന് പ്രവചിക്കുകയാണ്. ആത്മാവിൽ അത് സ്വീകരിച്ച് ചില ഭാരമേറിയ ജോലികൾ ദൈവം സോഫ്റ്റാക്കി ചിലർക്ക് തരാൻ പോകുകയാണ്. നിനക്ക് പ്രാർത്ഥിക്കാനും, നിനക്ക് ആരാധിക്കാനും, നിനക്ക് കർത്താവിന്റെ വേല ചെയ്യാനും, കർത്താവിന്റെ നാമത്തിൽ കൊടുക്കാനും വേണ്ടിയുള്ളതെല്ലാം ദൈവം നിനക്കായി തുറന്നു തരികയാണ്. ഞാൻ ഇവിടെ വന്നിട്ടും ഗതി പിടിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ വന്നിട്ടും ഉയർച്ച പ്രാപിച്ചില്ലല്ലോ, ഞാൻ ഇവിടെ വന്നിട്ടും എനിക്ക് വേണ്ട വിധത്തിൽ ഒന്നുമില്ലല്ലോ എന്നുള്ള പരാതികൾ 2025 അവസാന മാസങ്ങളിൽ ദൈവം പരിഹരിച്ചിട്ട് നിനക്കായൊരു പുതിയ വഴി ദൈവം തുറക്കാൻ പോകുകയാണ്. പ്രാർത്ഥന മനുഷ്യരെ കൊണ്ട് ഈ പാ നിറയട്ടെ, പ്രാർത്ഥന മനുഷ്യരെ കൊണ്ട് ഈ ചെയർ നിറയട്ടെ, പ്രാർത്ഥന മനുഷ്യരെ കൊണ്ട് ഈ ഹോൾ നിറയട്ടെ. സ്വർഗത്തിന്റെ അറ്റൻഷൻ 24 മണിക്കൂറും ഇവിടെ ശ്രദ്ധിക്കുന്ന നിലകളിലുള്ള പ്രാർത്ഥനകൾ ഇതിനകത്ത് ഉയരട്ടെ. കേട്ടവരാമേൻ പറഞ്ഞാട്ടെ. സ്വർഗത്തിന്റെ അറ്റൻഷൻ 24 അവേഴ്സും ഇവിടെ തന്നെ ശ്രദ്ധിക്കുന്ന നിലകളിലുള്ള പ്രാർത്ഥനക്കാർ ഇവിടെ എഴുന്നേൽക്കട്ടെ. ഞെരുക്കങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, മിറക്കിളുകൾ സംഭവിക്കട്ടെ, മിറക്കിളുകൾ സംഭവിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് വിടാത്ത ഞെരുക്കങ്ങൾ മാറട്ടെ. കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടെ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറട്ടെ. ഓ സ്തോത്രം, ആമേൻ. തലമുറകളുടെ വിഷയങ്ങൾ മാറട്ടെ. മതി നീ ആമേൻ ഞെരുങ്ങിയത്. നിനക്ക് ഇനിയുള്ള സമയം ഒരു ഫ്രീഡത്തോടെ സമാധാനത്തോടെ വേദനകളില്ലാതെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യാൻ ഒരു ദൈവകൃപ വ്യാപരിക്കട്ടെ. ഈ സഹോദരിമാരിലേക്ക് അത് പകർന്നു പ്രാർത്ഥിക്കുന്നു, സഹോദരന്മാരിലേക്ക് അത് പകർന്നു പ്രാർത്ഥിക്കുന്നു. ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക്, ജോലി സ്ഥലങ്ങളിൽ നിൽക്കുന്നവരിലേക്ക്, യാത്രകൾ ചെയ്യുന്നവരിലേക്ക് ഇതിനെ പകരുകയാണ്. ഈ ദൂത് ആവശ്യമുള്ളവർ അതിപ്പോൾ കാണട്ടെ, ഇത് പിന്നെ കാണട്ടെ. ഈ ദൂതിന്റെ ഉടമകളിൽ ഈ ദൂത് ചെന്ന് വീഴട്ടെ, മിറക്കിളുകൾ സംഭവിക്കട്ടെ.
ഓ റബ, ഈ തലമുറയിലെ പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കട്ടെ, ഈ തലമുറയിലെ പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കട്ടെ, ഈ തലമുറയിലെ പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കട്ടെ, ഈ തലമുറയിലെ പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കട്ടെ. ഓ യാദാ യബ്രാല ഷദാലബാര. ഓ റബലബരബ. ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ ബലപ്പെടുത്തുന്നു. ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. രാത്രിയിലും ജനത്തെ കൂട്ടിവരുത്തുന്ന യേശുവേ, ഞങ്ങളുടെ മഹത്വത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഓരോരുത്തരെ ഉറപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ആമേൻ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ നേൽപ്പിച്ചാട്ടെ. ഒരു ദാനിയേലിനെ പോലെ ആമേൻ. വാഗ്ദത്തം ആമേൻ ഹല്ലേലൂയ മുന്നിൽ കണ്ടുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ചത് ആമേൻ തൻ്റെ മുന്നിൽ വെളിപ്പെട്ട് കാണുവാൻ തക്കവണ്ണം ദൈവം കൃപ കൊടുത്തെങ്കിൽ ആമേൻ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഒരു ശിമിയോനെ പോലെ ആമേൻ വാഗ്ദത്തം കയ്യിലെടുത്ത് ആമേൻ ഹല്ലേലൂയ അതിനെ അനുഗ്രഹിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ ആമേൻ ദൂതിനെ ആമേൻ അത് തൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ആമേൻ കൃപ ചെയ്തതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ അങ്ങനെയുള്ളതായി തീരട്ടെ, അങ്ങനെയുള്ളതായി തീരട്ടെ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെടുന്ന തരത്തിലേക്ക് ആമേൻ ദൈവം നമ്മളെ നടത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ടോമി ഇവർ മുന്നോട്ട് കടന്നു വന്നിപ്പോൾ ആമേൻ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ നമുക്ക് ഒരുമിച്ച് ക്ലോസ് ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അളവിടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ പകലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രജന കർത്താവേ, അപ്പോൾ ഞങ്ങൾ എന്ത് അടിസ്ഥാനമായി കേട്ടോ തുടർമാനമായി ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവകൃപയ്ക്കായി ദൈവസ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ തിരിവുകൾ ഉണ്ടാകട്ടെ കർത്താവേ. ദൈവത്തിൻ്റെ ഹൃദയത്തെ ഞങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവെ അധികമായ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജഡമനുഷ്യനല്ല കർത്താവേ, ഞങ്ങളെ ആത്മമനുഷ്യൻ ഈ ഉപവാസത്തിൽ എഴുന്നേറ്റ് വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആത്മമനുഷ്യൻ ചിലത് കാണട്ടെ, ചിലത് പ്രാപിക്കട്ടെ കർത്താവേ. അത് ദൈവരാജ്യത്തിന് അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വലിയ ഞങ്ങളുടെ കൂട്ടായ്മ മേൽ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കേട്ടതുപോലെ ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം ഇന്നും കർത്താവേ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ചിലത് കാണുവാൻ, ചിലത് പ്രാപിക്കുവാൻ കർത്താവെ സ്വർഗം ഇടയാക്കുന്ന കൃപയ്ക്കാൻ നന്ദി പറയുക. കർത്താവിൻ്റെ ദാസനെ ഞങ്ങളുടെ ഇടയിൽ ശക്തിയോട് ഉപയോഗിച്ചല്ലപ്പോൾ ഞങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകൾ വെളിപ്പാടുകൾ കർത്താവെ സ്വർഗം തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരിത് കേട്ട് കൂടി വരേണ്ടതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഓരോ ദിവസങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഏവർക്കുമായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ.